ഹലോ, ഇന്ന് ഞാനൊരു ചക്ക അൽവയായിട്ടാണ് വന്നേക്കുന്നത്. അൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നല്ല ചക്ക കിട്ടി. എന്ന് വെച്ചാൽ മധുരം കുറവാണ്. മധുരം ഇല്ലാതില്ല, മധുരം ഉണ്ട്, പക്ഷെ വലിയ മധുരമില്ല. അതുകൊണ്ട് ശർക്കര കുറച്ച് തോനെ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇതൊരു 700 ഗ്രാം എടുത്ത് ചക്കയാക്കിയിട്ട് രണ്ടായിട്ട് അരിഞ്ഞിച്ചേക്കാം. മിക്സിയിലിട്ട് അരയ്ക്കേണ്ട രീതിക്ക് വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒരു മിക്സിയിലിട്ട് നല്ല അരച്ചെടുക്കാം. കുറേശ്ശെ ഇട്ട് അരച്ചെടുക്കാം. നല്ലപോലെ അരയണം ഇത്. അപ്പോൾ ഞാൻ ഇതെല്ലാം അരയ്ക്കട്ടെ. നമ്മുടെ ചക്കയില്ലേ നല്ലതുപോലെ അരച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഈ സെയിം ജാറിൽ തന്നെ ഈ തേങ്ങയില്ലേ ഇതും നല്ല മഷി പോലെ അരച്ചെടുക്കണേ. ഇത് തേങ്ങാപ്പാലൊന്നും അല്ല എടുക്കുന്നത്, തേങ്ങ തന്നെ അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇത് അരച്ചുകൊണ്ട് വട്ടെ. നമുക്കിനി ഈ അരച്ചുകൊണ്ടുന്ന ചക്കയില്ലേ അത് ഇതിനകത്തിടാം. ചക്ക പേസ്റ്റ് ഇട്ടിട്ട് ഇനി അതിനകത്ത് തേങ്ങ അരച്ചുകൊണ്ടൊന്നുമില്ലേ അത് ഒഴിക്കാം. ഇത് കുറേ ദിവസമൊന്നും ഇരിക്കേണ്ട സാധനമല്ലല്ലോ. ഞാൻ ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ എൻ്റെ ചക്ക വരട്ടി ഇപ്പോഴും ഇരിപ്പുണ്ട് ഫ്രിഡ്ജിനകത്ത്. പക്ഷെ അത് എപ്പോഴും കഴിക്കാൻ നമുക്കൊക്കില്ല. അത് വല്ല പായസമോ അടയോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. പിന്നെ കഴിക്കാം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇനി കുറച്ച് വെള്ളം മിക്സി കഴിയിട്ട് ഇച്ചിട്ട് ഒഴിച്ചു കൊടുക്കേ. തേങ്ങ നല്ല അരയണം. നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. അടുപ്പ് കത്തിച്ചിട്ട് ഇത് അടുപ്പിലോട്ട് വെക്കും. ഒന്ന് നല്ല കുറുകിയെന്നല്ല, ഒന്ന് വെന്ത് വന്നിട്ട് ഇതിനകത്ത് പിന്നെ പൊടി ചേർക്കണം. ഇതൊന്ന് വേവട്ടെ. ഓക്കെ, നമ്മുടെ ചക്കയുടെ തേങ്ങയുടെയൊക്കെ കളർ മാറി വരുന്നുണ്ട്. ചക്കയുടെ ആ പച്ച ചക്കയല്ല, ഒരു പഴുത്ത ചക്കയിൽ ആ ഒരു സ്മെല്ലില്ലേ, അതൊന്നും എന്തോ പറയുക, ചക്കയൊന്ന് വെന്തു. ഇനി ഇതിനകത്ത് ഇതൊരു എളുപ്പ പണിയാണ്. ഇനി ഇതിനകത്ത് കുറച്ച് മാവേ അരിപ്പൊടി വേണ്ട, കുറച്ച് അരിപ്പൊടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇത്രയും മതിയേ. അരിപ്പൊടിയിൽ ഒരു ഗ്ലാസ് വെള്ളം, ഒന്നല്ല 1.5 ഗ്ലാസ് വെള്ളമുണ്ടേ ഒഴിച്ച് അരിപ്പൊടി ഒന്ന് ലൂസായിട്ട് കലക്കണം. എന്നിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ മാവ് ഒഴിച്ചില്ലേ ഇതിനകത്ത്. തീയിട്ട് കൊടുത്തേ. തീ ഞാൻ കുറച്ചിട്ട് മാവ് ഒഴിക്കാൻ നേരത്ത് ഒരു 3 ടേബിൾ സ്പൂൺ മാവ് എടുത്തിട്ടുള്ളേ.
ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരും. ഞാൻ ഇതിനകത്ത് നെയ്യല്ല ഒഴിച്ചു കൊടുക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നെയ്യ് എനിക്ക് വലിയ പ്രിയമില്ലാത്തതുകൊണ്ട് നെയ്യ് ഒഴിക്കുന്നില്ല. നമ്മൾ അരിപ്പൊടിയും തേങ്ങയും ചക്കയും എല്ലാം നല്ല വെന്ത് കഴിഞ്ഞേ. അരിപ്പൊടിയൊക്കെ നല്ല വെന്ത്, അരിപ്പൊടിയൊക്കെ തിളയ്ക്കുന്നത്. ഞാൻ ഉള്ള വെള്ളമൊന്നും കോരി ഒഴിച്ചിട്ടില്ല, കാര്യം 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയേ ഉള്ളേ. പിന്നെ ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഒരു നുള്ളുപ്പേ, ഇച്ചിരി ഉപ്പ്. ഇനി ഇതിലോട്ട് ശർക്കരയില്ലേ, ഈ ശർക്കരയിൽ പൊടിയും ഒന്നുമില്ല, നിലവിൽ നമുക്ക് ഈ ശർക്കര ഇട്ട് കൊടുക്കേ. ശർക്കര നല്ല മെൽറ്റായിട്ട്, അരിയും അല്ല മണ്ണും കല്ലും ഒന്നും ഇല്ലാത്ത ശർക്കര ആയിരിക്കണേ. നമുക്കറിയാവുന്ന ശർക്കരയാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇതെല്ലാം നല്ല ശർക്കരയൊക്കെ നല്ല ഉരുകി ഇതുമായിട്ടൊന്ന് ചേർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുന്നവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ശർക്കരയൊക്കെ ഇട്ടിട്ട് ഒരു 4-5 മിനിറ്റായി തിളക്കിക്കൊണ്ടിരിക്കേ. കാര്യം ആദ്യം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചക്കയുടെ പേസ്റ്റ് അല്ലേ, ചക്ക അരച്ചല്ലേ, പിന്നെ തേങ്ങ അരച്ചല്ലേ, ഇതിനകത്തൊക്കെ കുറേ വെള്ളം കോരി ഒഴിച്ചിട്ട് ഇളക്കി 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 ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ആ മാവ് കലക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അങ്ങ് റെഡിയാവും. ഇത് അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നമുക്ക് ഈ കൊച്ചടുപ്പ് കത്തിക്കേ. എന്നിട്ട് ഇതിനകത്ത് ചെറിയ ചട്ടി വെച്ചിട്ട് ഇത് ഇളക്കണം. ഇതിൻ്റെ കൂടെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ, അല്ലെങ്കിൽ അടി പിടിക്കും. കാര്യം ആദ്യം നമ്മൾ അലുവയൊന്നും ഉണ്ടാക്കുന്നതാണ് ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ച്, അതിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല. ഇപ്പം കട്ടി പിടിക്കേ. ഇത് ഈ അടുപ്പ് ചൂടായി. ഇതിനകത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. വെളിച്ചെണ്ണ ചൂടാകട്ടെ, ഞാൻ അപ്പോൾ ഇത് ഇളക്കാം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഈ എണ്ണ ചൂടായേ. അതിനകത്ത് ഞാൻ കുറച്ച് തേങ്ങയുടെ കൊത്തേ, തേങ്ങ കുഞ്ഞു കുഞ്ഞായിട്ടരിഞ്ഞത്, അത് ഇട്ട് കൊടുക്കുക. ഇത് നല്ല ചുമക്കനെ മൂത്ത് തരണേ. ഇതപ്പോഴത്തെ ഇത് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇതുവരെ ഇതിനകത്ത് എണ്ണയും നെയ്യും ഒന്നും ഒഴിച്ചിട്ടില്ലേ. നെയ്യ് ഞാൻ ഒഴിക്കുന്നില്ല, എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഇതും കൂടെ ഇളക്കണം അതിനകത്ത്. ഇത് പിന്നെ ചെറിയ അടുപ്പായതുകൊണ്ട് തീരെ കുറവാണ്. ചക്കയ്ക്ക് അത്ര മധുരമില്ലായിരുന്നേ. ചക്കപ്പഴത്തിന് മധുരം ഉണ്ട്, പക്ഷെ വലിയ മധുരമില്ല. പക്ഷെ നല്ല ചക്കയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ശർക്കര ഇച്ചിരി തോനെ ഇട്ടതേ. പിന്നെ ശർക്കര മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം, ഇതിലും കൂടുതൽ ഇട്ട് കൊടുക്കാം. മറ്റ
കറക്റ്റ് അലുവ ഉണ്ടാക്കുന്ന കണക്ക് ഒരു പാടുമില്ല. ഇത് മാവിട്ടത് കൊണ്ടാണ് ഒരു 2 ഗ്ലാസ് വെള്ളത്തിനടുത്ത് ഒഴിച്ചു കൊടുത്തത്, ചെറിയ ഗ്ലാസ്സിന്. അല്ലെങ്കിൽ വെള്ളവേ തൊടണ്ടായിരുന്നു. നമ്മുടെ തേങ്ങ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. നമ്മുടെ തേങ്ങ നല്ലപോലെ മൂത്തേ ഞാൻ അണയ്ക്കുക. ഇതെടുത്ത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേ. ഞാൻ ഇതിനകത്ത് ഇതുവരെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്യുക. നല്ല മണം വരുന്നുണ്ട്. ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. ചക്കയ്ക്ക് ആ മണമില്ല, മണമുണ്ടല്ലോ അതിൻ്റെ. പക്ഷേ ഏലക്കപ്പൊടി ഞാൻ ഇടുന്നുണ്ടേ. ഇതിൻ്റെ അരികൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. മിക്കവാറും ഞാൻ ഈ എണ്ണയിലങ്ങ് നിർത്തും. ഇതൊന്ന് മുറുകി വരണേ. പിന്നെ കുറച്ച് എണ്ണയിലും കൂടെ ആവശ്യമുണ്ടേ. കാര്യം ഇപ്പോൾ പിന്നെ തേങ്ങ മൂപ്പിച്ച എണ്ണയിലേ ഇട്ടിട്ടുള്ളൂ. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കേ. മതി. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണേ. എല്ലാം കൂടെ ഒരു 1/4 കപ്പ് എണ്ണയുണ്ട്. വെളിച്ചെണ്ണയാണേ, അല്ലെങ്കിൽ നെയ്യിലും നമുക്ക് ഉണ്ടാക്കാം. കണ്ടില്ലേ, നമ്മുടെ അടിപൊളി ചക്ക ഹൽവ റെഡി. വലിയ അപ്പോൾ ഇതൊന്നും കൂടാതെ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ നല്ല ഉഗ്രൻ. അതേ എണ്ണ വേണ്ടേ, 1/4 കപ്പ് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ആ എണ്ണ ഇപ്പം ഇതിൽ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയെ, ഒരു 7-10 ഏലക്ക എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കേ. ഇപ്പോൾ ടേസ്റ്റ് ആയിരുന്നറിയാവോ? നല്ല മധുരമുണ്ട് ഇതിന്. പിന്നെ ശർക്കര, ചില ശർക്കരയ്ക്ക് മധുരം കുറവായിരിക്കേ. നല്ല ഉള്ള വെള്ളമെല്ലാം അങ്ങോട്ട് എടുത്ത് തേങ്ങാപ്പാൽ ഇങ്ങനെ 1-ാം പാല് 2-ാം പാല് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല കിടിലൻ അലുവ റെഡിയായി. അടുപ്പിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. അല്ല, പാത്രത്തിൽ നിന്ന് ആ എണ്ണയൊക്കെ വെളിയിൽ വരാൻ തുടങ്ങി. അതാണ് ഇതിൻ്റെ പരുവം. അല്ലോ,
നമ്മുടെ ആലുവ റെഡി. വേണ്ട, എണ്ണയൊക്കെ ഇനി വന്നു കഴിഞ്ഞു. ഞാൻ ഗ്യാസ് ഓഫാക്കുവേ. ഇതൊന്ന് തണുക്കട്ടെ, ചെറിയൊരു ഭയങ്കര ചൂട് ഇതിനകത്തോട്ട് ഈ എണ്ണ, ബാക്കിയുള്ള എണ്ണ ഇതിനകത്ത് ഊറി വരുന്ന അതും കളയാം. എണ്ണയൊന്നും അധികം വേണ്ടേ. എന്തൊരു മണമോ ഇത്! ചക്കയുടെ ആണോ ഏലക്കയുടെ ആണോ? തേങ്ങ വറുക്കുമ്പോൾ നല്ല മൂക്കണേ. തേങ്ങയുടെ കൊത്തില്ലേ ഇതിനകത്ത് ഇടുന്നേ. അല്ല അണ്ടിപ്പരിപ്പ് ഇടാം, പക്ഷെ ഇത് പ്രത്യേക ടേസ്റ്റാണ്. നല്ല ചൂടാണേ. ഇതേ നോക്കിയേ, നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയിൽ ഒരു 1/4 ഭാഗത്തോളം തിരിച്ച് വെളി വന്നിട്ടുണ്ടേ. ഇത് നമുക്കൊന്ന് ഇത് ചെയ്യാം. ഇതേ ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 3-4 മണിക്കൂർ എടുക്കും തണുത്ത് കിട്ടാനായിട്ട്. ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം തണുത്തിട്ട് ഞാൻ കാണിച്ചേ. ഹലോ, അങ്ങനെ 5-6 മണിക്കൂർ കഴിഞ്ഞ്, 6-7 മണിക്കൂറായെന്ന് തോന്നുന്നു. ഇല്ല 5-6 മണിക്കൂർ. അങ്ങനെ കണ്ട 5-6 മണി. നമ്മൾ ആലുവയൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി അതൊന്ന് കണ്ടിച്ച് നോക്കണേ. നമുക്കിത് വേറെ പ്ലേറ്റിലോട്ട് എടുക്കേ. സൈഡൊക്കെ ഒന്ന് നല്ല കട്ടി പിടിച്ച് ഞാൻ വാ അലുവ ഉണ്ടോ കണ്ടില്ലേ? നമ്മുടെ അലുവ ഒന്ന് കട്ട് ചെയ്യേ. കട്ട് ചെയ്യാൻ തന്നെ തോന്നുന്നില്ലേ? ഇത് രസാ. നോക്കി, സൂപ്പർ ഉണ്ടോ? സൂപ്പർ അലുവ. അപ്പം എന്ത് എളുപ്പമായിരുന്നറിയാം. സാധാരണ അലുവ ഉണ്ടാക്കുന്ന ഒരു തലവേദനയില്ലായിരുന്നു. 1 പാലോ 2 പാലോ ഒന്നിട്ട് ഇളക്കി ഒന്നും വേണ്ട. ഈസി ആയിട്ട്. ഇപ്പം ചക്ക ഇനി തീരാറായി വരുന്നു. ഇനിയിപ്പം ചക്കയ്ക്ക് മധുരമൊക്കെ കുറയത്തില്ലേ. അപ്പം ഒന്ന് ചക്ക ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേ. എല്ലാവർക്കും ചക്ക അലുവ ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഈ രീതിയിൽ എനിക്കറിയില്ല. ഒന്ന് നോക്കേ. അപ്പോൾ എൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.